മിഷ്കാത്തുൽ മസാബീഹിൻ്റെ ഷറഹിൽ പറയാണ്, മിർക്കാത്തിൽ പറയുന്നൊരു സംഭവം. ഒരല്പം പണ്ഡിതന്മാർ ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട്, വലിയ പണ്ഡിതന്മാർ തന്നെയാണ് അവർ, ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡമസ്കസിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് ഒരുപാട് കാലം അവർ ഹദീസൊക്കെ പഠിച്ചില്ല. അഹദിൽ ഹദീസ് ഞാൻ ഷെയ്ഖിൻ മഷഹൂരിൻ ബിഹ, അവിടെ വലിയ അറിയപ്പെട്ടൊരു ഷെയ്ഖുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ഹദീസുകളൊക്കെ പഠിച്ച്. ഫഖറഅ അലൈഹിൽ ജുംബ, ഇവർ പഠിച്ച സംഗതി അങ്ങോട്ടും പറഞ്ഞു കൊടുത്ത്. ലാക്കിന്നഹു കാന യജഅലു ബൈനഹു വബൈനഹു ഹിജാബൻ, പക്ഷെ പണ്ഡിതൻ ഉസ്താദും ശിഷ്യന്മാർക്കിടയിൽ ഒരു ഹിജാബുണ്ട്. വലം യറ വജ്ഹഹു, ആ പണ്ഡിതൻ്റെ മുഖം ശിഷ്യന്മാരാരും കണ്ടിട്ടില്ല. ഫലമ്മാ തോലത്ത് മുലാസമത്തുഹു ലഹു, അങ്ങനെ ദീർഘകാലം ഹദീസുകൾ പഠിച്ച് അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഷെയ്ഖിൻ്റെ മുഖമാണെങ്കിൽ ശിഷ്യന്മാർ കാണുന്നില്ല. അങ്ങനെയാണ് സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് പറഞ്ഞു തരുന്ന ആളൊന്ന് കാണാൻ വല്ലാത്ത പൂതി. സ്വാഭാവികമായിട്ടും അത്ര വലിയ പണ്ഡിതനാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പൂതി ഉണ്ടാവുമല്ലോ. കശഫ ലഹു സിത്ര, അങ്ങനെ മറ നീക്കി ഫറഅ വജ്ഹഹു വജ്ഹ ഹിമാർ, അദ്ദേഹത്തിൻ്റെ മുഖം കഴുതയുടെ മുഖമായിട്ടാണ് ഇവർ കാണുന്നത്, ഈ ഉസ്താദിൻ്റെ മുഖം. ഉസ്താദ് പറയാണ്, ഓ മക്കളെ, തസ്ബിഖൽ ഇമാമ, ഇമാമിനെ മുൻകടക്കരുത് നിസ്കാരത്തിൽ. ഈ ഒരു ഹദീസ് വരുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ബാബിലാണ് വരുന്നത്. ഇമാമിനെ മുൻകടക്കരുത്. ഫ ഇന്നി ലമ്മാ മർറ ബി ഹാദൽ ഹദീസ്, ഈ ഹദീസ് ഞാനിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം. അതെ, ഇങ്ങനെ ഇതൊരു സാധ്യമാണോ? ഞാൻ പഠിക്കുമ്പോൾ അനുഭവം, സുബഹിന്റെ ശേഷം ഒരാൾ കടന്നുറങ്ങിയാൽ അവന്റെ ചവിട്ടില് ഷെയ്ത്താന് മൂത്രമൊഴിക്കുന്ന ഹദീസുണ്ടല്ലോ. അപ്പൊ ഇത് പഠിച്ചപ്പം ഒരു കുട്ടിക്ക് ഇതേമാതിരി ഡൗട്ട്, ഷെയ്ത്താൻ മൂത്രമൊഴിക്കുക നമ്മൾ അറിയില്ലേ, അങ്ങനെ ഓന് ഇതില് കടന്നുറങ്ങി യാദൃശ്യമായിട്ട് കടന്നുറങ്ങിയാണ്. അന്ന് വന്ന് കാണ്ട് ഒരു നായ, കറുത്തിട്ട് നായ വന്ന് ഒരു ചുട്ടു പാത്തി. വിദൂരല്ല സംഭവം, ഇത് പറഞ്ഞ എനിക്ക് ഓർമ്മ. അതെ അതെ. അപ്പൊ അങ്ങനെ ഇത് സംഭവിക്കൽ വിദൂരല്ലേ. ഫസബഖത്തു അൽ-ഇമാമ, ഇദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു, അടുത്ത നിസ്കാരത്തിൽ ഇമാമിനത് മുൻകടന്നപ്പോൾ എന്താ ഫസ്വാറ വജിഹി കമാത്തറ, നിങ്ങളിപ്പോൾ കാണുന്ന പോലെ എൻ്റെ മുഖം അങ്ങനെ ആയി എന്ന് ആ പണ്ഡിതൻ പറയാണ്. അപ്പോൾ ഇതിൻ്റെ ശേഷം ശാരീരികൾ പറയുന്നുണ്ട്, ചിലപ്പോൾ ആ സമയത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ ശിക്ഷ പിന്നീട് ഇവൻ അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ അനുഭവിക്കേണ്ടി വരും. അപ്പം അദ്ദേഹം ഒരുപാട് കാലം ഈ ഒരു പരീക്ഷണത്തിൽ തുടർന്നിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹം സലാമത്തായിരിക്കും. പക്ഷേ ഇതിങ്ങനെ ഈ ചിന്തയുമായി നടക്കുന്ന ആളുകൾ ചിലപ്പോൾ മരണസമയം വരെ ചിലപ്പോൾ ഈ പരീക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല. മരണത്തിന് ശേഷം ചിലപ്പോൾ മുമ്പ് ബുദ്ധിമുട്ടായി പോകും. അതെ അതെ. അപ്പം അങ്ങനെ ഒരു ഹദീസ്.